വിൽ ഹാവ്. വിൽ ഹാവ് എങ്ങനെയാണ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2 എക്സാമ്പിൾ സെൻറ്റൻസിലൂടെ പോകാം. ഒന്നാമത്, ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക് ദേ വിൽ ഹാവ് മൂവ് ടു ദ സ്റ്റേറ്റ്സ്, അവർ സ്റ്റേറ്റ്സിലോട്ട് മാറിയിരിക്കും. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആക്ഷൻ, ഏതെങ്കിലും ഒരു കാര്യം ഫ്യൂച്ചറിലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്തിന് മുന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ തന്നെ ഏതെങ്കിലും ഒരു ആക്ഷന് മുന്നോ കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക്, അടുത്ത വർഷത്തെ ജൂലൈയിലെ കാര്യമാണ് പറയുന്നത്. ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക് ദേ വിൽ ഹാവ് മൂവ് ടു ദ സ്റ്റേറ്റ്സ്, അവർ സ്റ്റേറ്റ്സിലോട്ട് മാറിയിരിക്കും. അടുത്ത ജൂലൈ ആകുന്നതിന് മുമ്പ് അവർ സ്റ്റേറ്റ്സിലോട്ട് മാറിയിരിക്കും മീൻസ് ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള സെൻറ്റൻസുകൾ സംസാരിക്കുവാനായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു സെൻറ്റൻസ് സംസാരിക്കുവാനായിട്ട് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, മറ്റു പല രീതിയിലും നമുക്ക് സംസാരിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ടെൻസും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ വില്ലും ഹാവും ഓക്സിലറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ വെർബ് മൂവ് ആണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് എഴുതിയിട്ടുള്ളത്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ. ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക് ദേ വിൽ ഹാവ് മൂവ് ടു ദ സ്റ്റേറ്റ്സ്, അവർ സ്റ്റേറ്റ്സിലോട്ട് മാറിയിരിക്കും. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ വിൽ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക് ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 1 ഇയർ, ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 1 വർഷത്തോളമാകും. ബൈ നെക്സ്റ്റ് ജൂലൈ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 1 ഇയർ. ഇത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ കണ്ടിന്യൂസ് ഫോമാണ്, മീൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈ ടെൻസിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്ത് ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സമയത്തിന് മുന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ തന്നെ ഏതെങ്കിലും ഒരു ആക്ഷന് മുന്നോ അവസാനിക്കുകയാണെങ്കിൽ ഇന്ന കാര്യം കണ്ടിന്യൂ ചെയ്തു എന്നൊരാശയത്തെ എംഫസൈസ് ചെയ്ത് സംസാരിക്കുവാനായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. 2 സെൻറ്റൻസിൻ്റെയും ആശയം ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് ഇന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു, ഫ്യൂച്ചറിലെ ഒരു സമയം വരെയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു ആക്ഷൻ മുന്നേ വരെയോ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു എന്നൊരു കാര്യത്തെ എംഫസൈസ് ചെയ്യുകയാണ്. അത്രയേ ഉള്ളൂ. ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക്, മീൻസ് ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക് ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 1 ഇയർ, ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 1 വർഷത്തോളമാകും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ വില്ലും ഹാവും ബീനും ഓക്സിലറി വെർബാണ്, 3 പേരും ഹെൽപ്പിംഗ് വെർബാണ്. ഇവിടുത്തെ മെയിൻ വെർബ് വർക്കാണ്, അതിൻ്റെ ING ഫോമാണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നിങ്ങൾക്ക് വിൽ ഹാവ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെൻസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള എക്സാമ്പിൾ സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിൽ ഹാവ് മാത്രമുള്ള സെൻറ്റൻസുകളാണ് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക് ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 1 ഇയർ, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് 1 വർഷത്തോളമാകും, 1 വർഷം കംപ്ലീറ്റ് ചെയ്യും. ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 1 ഇയർ. ഈ ഒരു സെൻറ്റൻസ് തൊട്ട് മുമ്പ് പറഞ്ഞ കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിട്ടുള്ള ആ ഒരു സെയിം സെൻറ്റൻസ് തന്നെയാണ്. ഇതിവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ വിൽ ഹാവ് മാത്രമേ വന്നിട്ടുള്ളൂ, ബീൻ വന്നിട്ടില്ല. അതേപോലെ തന്നെ വെർബ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ്. ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക് ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 1 ഇയർ, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് 1 വർഷമാകും.
പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആകും എന്നാണ്. കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യും എന്നൊരാശയമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം, ഞാനിവിടെ വർക്ക് ചെയ്യുന്ന കാര്യം കംപ്ലീറ്റ് ആകും മീൻസ് ആക്ഷനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എവിടെയാണ് എംഫസൈസ് ചെയ്യുന്നത് അതിലുള്ള വ്യത്യാസം, ഐഡിയ എല്ലാം ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ്, ബിഫോർ യു അറൈവ്, നീ വരുന്നതിന് മുമ്പ് വി വിൽ ഹാവ് ഈറ്റൻ ഡിന്നർ, ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കും. നീ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കും. എല്ലാം ഫ്യൂച്ചറിലെ കാര്യമാണ്, ഓർക്കുക. ബിഫോർ യു അറൈവ്, നീ വരുന്നതിന് മുമ്പ് വി വിൽ ഹാവ് ഈറ്റൻ ഡിന്നർ, ആ സമയത്തിന് മുന്നിൽ ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ബൈ ദ ടൈം ഹി ഗെറ്റ്സ് ടു ദ എയർപോർട്ട്, അദ്ദേഹം എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും ദ ഫ്ലൈറ്റ് വിൽ ഹാവ് അറൈവ്, ഫ്ലൈറ്റ് എത്തിയിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. നെക്സ്റ്റ്, ബൈ 3 o'clock, 3 മണി ആകുമ്പോഴത്തേക്കും ഹി വിൽ ഹാവ് ഗിവൺ ഹിസ് പ്രസൻറ്റേഷൻ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ നൽകിയിരിക്കും, അവതരിപ്പിച്ചിരിക്കും, ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കും. ഹി വിൽ ഹാവ് ഗിവൺ ഹിസ് പ്രസൻറ്റേഷൻ. നെക്സ്റ്റ്, ബൈ 9 PM, 9 മണിയാകുമ്പോഴത്തേക്കും വി വിൽ ഹാവ് ഹാഡ് ഡിന്നർ, ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കും. വി വിൽ ഹാവ് ഹാഡ് ഡിന്നർ. ഇവിടെ ഹാവും ഹാഡും ഒരുമിച്ച് വന്നത് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഹാവ് എന്ന് പറയുന്ന വെർബ് 2 സ്വഭാവം കാണിക്കും. ഇത് പലർക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. ഹാവ് എന്ന് പറയുന്ന വെർബിന് 2 സ്വഭാവമുണ്ട്. ഒന്ന്, അത് സെൻറ്റൻസുകളിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ സെൻറ്റൻസുകളിൽ മെയിൻ വെർബായിട്ടും ആക്ട് ചെയ്യും. ഇവിടുത്തെ ആദ്യത്തെ ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്. രണ്ടാമത്തെ ഹാഡ് എന്ന് പറയുന്നത് ഹാവ് എന്ന് പറയുന്ന വെർബിൻ്റെ 3ാമത്തെ ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. രണ്ടും 2 പേരാണ്, 2 സ്വഭാവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബൈ 9 PM, 9 മണിയാകുമ്പോഴത്തേക്കും മീൻസ് 9 മണിക്ക് മുമ്പ് വി വിൽ ഹാവ് ഹാഡ് ഡിന്നർ, ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ വോണ്ട് ഹാവ് ഫിനിഷ്ഡ് വർക്ക് ബൈ 8 PM, 8 മണിക്ക് ഞാൻ വർക്ക് കംപ്ലീറ്റ് ആക്കില്ല, പൂർത്തിയാക്കില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവാണ്. ഇവിടെ വോണ്ട് എന്നുള്ളത് വിൽ നോട്ടാണ്. ഐ വോണ്ട് ഹാവ് ഫിനിഷ്ഡ് വർക്ക് ബൈ 8 PM, 8 മണിക്ക് ഞാൻ വർക്ക് പൂർത്തിയാക്കില്ല. നെക്സ്റ്റ്, വിൽ ഹി ഹാവ് ഈറ്റൻ ബൈ ദെൻ, ആ സമയത്തേക്കും അവൻ കഴിച്ചിരിക്കുമോ, ഫ്യൂച്ചറിലെ ആ ഒരു സമയത്തേക്കും അവൻ കഴിച്ചിരിക്കുമോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വിൽ ഹി ഹാവ് ഈറ്റൻ ബൈ ദെൻ. നെക്സ്റ്റ്, വിൽ ഷീ ഹാവ് ഗോട്ടൺ ഹെർ പാസ്പോർട്ട് ബൈ ദെൻ, ആ സമയത്തേക്ക് അപ്പോഴേക്കും അവളുടെ പാസ്പോർട്ട് ലഭിച്ചിരിക്കുമോ. വിൽ ഷീ ഹാവ് ഗോട്ടൺ ഹെർ പാസ്പോർട്ട് ബൈ ദെൻ. നെക്സ്റ്റ്, വിൽ ജൂലി ഹാവ് ഫിനിഷ് ഹെർ ഡോക്ടറേറ്റ് ഡിഗ്രി ബൈ ദ ടൈം ഷീ ടേൺസ് 13, ജൂലിക്ക് 30 വയസ്സ് ആകുമ്പോഴത്തേക്കും അവളുടെ ഡോക്ടറേറ്റ് ഡിഗ്രി അവൾ പൂർത്തിയാക്കുമോ. വിൽ ജൂലി ഹാവ് ഫിനിഷ്ഡ് ഹെർ ഡോക്ടറേറ്റ് ഡിഗ്രി ബൈ ദ ടൈം ഷീ ടേൺസ് 30, മീൻസ് അത് 30 വയസ്സിന് മുന്നിൽ അവിടെ അവളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുമോ, പൂർത്തിയാക്കുമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വിൽ ജൂലി ഹാവ് ഫിനിഷ്ഡ് ഹെർ ഡോക്ടറേറ്റ് ഡിഗ്രി ബൈ ദ ടൈം ഷീ ടേൺസ് 30. നെക്സ്റ്റ്, ഷീ വിൽ ഹാവ് ലെഫ്റ്റ് ഫോർ വർക്ക് ബിഫോർ യു വേക്കപ്പ്, നീ ഉണരുന്നതിന് മുമ്പ് അവൾ ജോലിക്ക് പോയിരിക്കും. ഷീ വിൽ ഹാവ് ലെഫ്റ്റ് ഫോർ വർക്ക് ബിഫോർ യു വേക്കപ്പ്. ഫ്യൂച്ചറിലെ ഒരു ആക്ഷന് മുന്നിൽ വേറൊരു ആക്ഷൻ കംപ്ലീറ്റ് ആകുകയാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷീ വിൽ ഹാവ് ലെഫ്റ്റ് ഫോർ വർക്ക് ബിഫോർ യു വേക്കപ്പ്, നീ ഉണരുന്നതിന് മുമ്പ് അവൾ വർക്കിന് ജോലിക്ക് പോയിരിക്കും. നെക്സ്റ്റ്, ജോൺ വിൽ ഹാവ് ബേക്കഡ് എ കേക്ക് ബിഫോർ യു അറൈവ്, നീ എത്തുന്നതിന് മുമ്പ് ജോണ് ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കും. ജോൺ വിൽ ഹാവ് ബേക്കഡ് എ കേക്ക് ബിഫോർ യു അറൈവ്. നെക്സ്റ്റ്, ജോൺ വിൽ ഹാവ് ബേക്കഡ് എ കേക്ക്, ജോണ്
ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കും. ജോൺ വിൽ ഹാവ് ബേക്കഡ് എ കേക്ക്. നിങ്ങൾ പല ഗ്രാമർ ബുക്കുകളിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ വളരെ ഷോർട്ടായിട്ടായിരിക്കും എക്സാമ്പിൾ സെൻറ്റൻസുകളൊക്കെ എഴുതിയിരിക്കുന്നത്. മീൻസ് ഏത് സമയത്തിന് മുന്നാണ് അല്ലെങ്കിൽ ഏത് ആക്ഷന് മുന്നിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഒന്നും എഴുതി കാണത്തില്ല. അതിൻ്റെ കാരണം അതെല്ലാം ഒരു കോൺവെർസേഷൻ സെൻറ്റൻസുകളായിരിക്കും. മീൻസ് അവിടെ സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ജോൺ വിൽ ഹാവ് ബേക്കഡ് എ കേക്ക്. ജോൺ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കും. നെക്സ്റ്റ്, ഇൻ 3 years ടൈം, 3 വർഷത്തിനുള്ളിൽ, ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയിരിക്കും. ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി. ഇവിടെ ഐ നിന്ന് എഴുതിയിരിക്കുന്നത് ഐ വില്ലാണ്, കോൺട്രാക്റ്റഡ് ഫോമാണ്, അതിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ്. ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ്, താമര വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ ബാച്ചിലേഴ്സ് ഡിഗ്രി ബൈ ജൂൺ. ജൂൺ മാസം ആകുമ്പോഴത്തേക്കും താമര അവളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കിയിരിക്കും. താമര വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ ബാച്ചിലേഴ്സ് ഡിഗ്രി ബൈ ജൂൺ. നെക്സ്റ്റ്, വി വിൽ ഹാവ് അറൈവ് ഇൻ മെക്സിക്കോ ബൈ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ മെക്സിക്കോയിൽ എത്തിയിരിക്കും. വി വിൽ ഹാവ് അറൈവ് ഇൻ മെക്സിക്കോ ബൈ ദിസ് ടൈം ടുമോറോ. നെക്സ്റ്റ്, ബൈ ദ ടൈം ഐ റീച്ച് ദ എയർപോർട്ട് ദ പ്ലെയിൻ വിൽ ഹാവ് ഓൾറെഡി ലെഫ്റ്റ്. ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും ദ പ്ലെയിൻ വിൽ ഹാവ് ഓൾറെഡി ലെഫ്റ്റ്. പ്ലെയിന് ഓൾറെഡി തന്നെ പുറപ്പെട്ടിരിക്കും. ദ പ്ലെയിൻ വിൽ ഹാവ് ഓൾറെഡി ലെഫ്റ്റ്. നെക്സ്റ്റ്, ഐ വിൽ ഹാവ് ക്ലീൻ മൈ റൂം ബിഫോർ മൈ പേരൻസ് കം ഹോം. എൻ്റെ പേരൻസ് വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കിയിരിക്കും. ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഐ വിൽ ഹാവ് ക്ലീൻ മൈ റൂം ബിഫോർ മൈ പേരൻസ് കം ഹോം. നെക്സ്റ്റ്, വെൻ ദ സൺ റൈസസ്, സൂര്യൻ ഉദിക്കുമ്പോൾ, വി വിൽ ഹാവ് ലെഫ്റ്റ്. ഞങ്ങൾ പുറപ്പെട്ടിരിക്കും. മീൻസ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പുറപ്പെട്ടിരിക്കും എന്നാണ് അതിൻ്റെ ആശയം. വെൻ ദ സൺ റൈസസ്, വി വിൽ ഹാവ് ലെഫ്റ്റ്. നെക്സ്റ്റ്, ദ വർക്കേഴ്സ് വിൽ ഹാവ് ഫിനിഷ്ഡ് ഓൾ ദ റിപ്പയർസ് വെൻ വി റിട്ടേൺ ഫ്രം അവർ വെക്കേഷൻ. ഞങ്ങളുടെ വെക്കേഷനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും വർക്കേഴ്സ് എല്ലാ റിപ്പയർ വർക്കുകളും തീർത്തിരിക്കും. ദ വർക്കേഴ്സ് വിൽ ഹാവ് ഫിനിഷ്ഡ് ഓൾ ദ റിപ്പയർസ് വെൻ വി റിട്ടേൺ ഫ്രം അവർ വെക്കേഷൻ. നെക്സ്റ്റ്, ഐ വോണ്ട് ഹാവ് റിട്ടേൺ ഓൾ ദ റിപ്പോർട്ട്സ് ബൈ നെക്സ്റ്റ് വീക്ക്. അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്കും, മീൻസ് അടുത്ത വീക്കിനുള്ളിൽ ഞാൻ എല്ലാ റിപ്പോർട്ടുകളും എഴുതി തീർക്കില്ല, കംപ്ലീറ്റ് ആക്കില്ല. ഐ വോണ്ട് ഹാവ് റിട്ടേൺ ഓൾ ദ റിപ്പോർട്ട്സ് ബൈ നെക്സ്റ്റ് വീക്ക്. നെഗറ്റീവാണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവാണ്.